സുഹൃത്തുക്കളെ, ന്യൂഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ന്യൂഡൽഹിയുടെ ഹൃദയഭാഗത്ത് റെഡ് ഫോർട്ടിനോട് ചേർന്ന് തന്നെയാണ് ഇന്ത്യ ഗേറ്റ്. കാർ പാർക്കിങ്ങിൽ നിന്നും ഇന്ത്യ ഗേറ്റിലെത്തണമെങ്കിൽ മുമ്പ് റോഡ് മുറിച്ച് കിടക്കേണ്ടിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വളരെ വിശാലമായിട്ടുള്ളൊരു അണ്ടർപാസ് ഉണ്ട്. ചുവരുകളിൽ മനോഹരമായ ഡൽഹി കാഴ്ചകളുടെ പെയിൻറ്റിങ്ങുകൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 1921 കൊണോട്ട് പ്രഭുവാണ് ഇതിൻ്റെ തറക്കല്ലിടൽ നിർവഹിച്ചത്. 1931 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവാണ് ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു ആദ്യത്തെ പേര്. രാഷ്ട്രപതി ഭവൻ്റെയും ന്യൂഡൽഹിയുടെയും ശില്പിയായിരുന്ന സർ എഡ്വിൻ ലൂട്ടിൻസ് ആണ് ഇന്ത്യ ഗേറ്റിൻ്റെയും രൂപകൽപ്പന നിർവഹിച്ചത്. ഫ്രാൻസിലെ പ്രസിദ്ധമായ ആർക്ക് ഡി ട്രയംഫിൻ്റെ മാതൃകയിലായിരുന്നു ഇതിൻ്റെ രൂപകൽപ്പന. ചുവന്ന ഭരത്പൂർ സ്റ്റോൺ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പല യുദ്ധങ്ങളിൽ ജീവൻ ബലികഴിക്കപ്പെട്ട ഭടന്മാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. ഒന്നാം ലോകമഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും കൂടാതെ മറ്റു പല യുദ്ധങ്ങളിലും ജീവൻ നഷ്ടപ്പെട്ട ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരുമായ ഏകദേശം 80,000-ൽ പരം ഭടന്മാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം പണിതുയർത്തിയത്. 1971 ഇന്തോ പാക് യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഭടന്മാരുടെ ഓർമ്മയ്ക്കായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ സ്മാരകത്തിൽ അമർ ജവാൻ ജ്യോതി സ്ഥാപിക്കപ്പെട്ടു. രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് വീരചരമമടഞ്ഞ ഭടന്മാരുടെ സ്മരണയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ജ്വാല അണയാതെ പ്രകാശിക്കുകയാണ് അന്നു മുതൽ. ധാരാളം സന്ദർശകരുണ്ടായിരുന്നു. ഇന്ത്യ ഗേറ്റ് കാണണമെങ്കിൽ രാത്രിയിൽ വരണം. വിശാലമായ പുൽപ്പരപ്പിൽ വെടിപറഞ്ഞിരിക്കുന്ന സന്ദർശകർ. അങ്ങ് ദൂരെ ത്രിവർണ്ണ നിറത്തിൽ ജലധാര. പല വർണ്ണത്തിലുള്ള വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഇന്ത്യ ഗേറ്റ് ശരിക്കും സ്വപ്ന സമാനമായ ഒരു അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന പ്രതീതിയാണ് തോന്നിയത്. കഴിഞ്ഞ തവണ ദില്ലിയിൽ വന്നപ്പോഴും ഇന്ത്യ ഗേറ്റ് കണ്ടിരുന്നു. അത് പക്ഷേ പകലായിരുന്നു. പ്രത്യേക സവിശേഷമായ ഒരു ഭംഗിയൊന്നും തോന്നിയില്ല. സ്വാതന്ത്ര്യാനന്തരം ബ്രിട്ടീഷ് ഭടന്മാരുടെ അവസാന റെജിമെൻ്റ് ഇവിടെ നിന്നാണത്രേ അവരുടെ ജന്മനാട്ടിലേക്കുള്ള മടക്കയാത്ര തുടങ്ങിയത്. സ്വാതന്ത്ര്യലബ്ധി വരെ ബ്രിട്ടനിലെ ജോർജ് രാജാവിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോഴുള്ളത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഹോളോഗ്രാം പ്രതിമയാണ്. 28 അടി ഉയരവും 280 ടൺ ഭാരവും ഉള്ള ഗ്രാനൈറ്റിൽ നിർമ്മിച്ച ഈ പ്രതിമ അവിടെ സ്ഥാപിച്ചത് 2022 സെപ്റ്റംബർ 8 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. പരാക്രം ദിവസ് എന്ന് രേഖപ്പെടുത്തപ്പെട്ട അന്നാണ് രാജ്പഥിൻ്റെ പേരുമാറ്റി കർത്തവ്യപഥ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. വീരചരമമടഞ്ഞ ഏകദേശം
13,000-ഓളം ഭടന്മാരുടെ പേരുകൾ ഇന്ത്യ ഗേറ്റിൻ്റെ ചുവരുകളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ആഴ്ചയിലെ എല്ലാ ദിവസവും എല്ലാ സമയവും തന്നെ ഇവിടേക്ക് പ്രവേശനമുണ്ട്. നിരവധി സിനിമകൾക്ക് ഇത് ലൊക്കേഷനായിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേയിൽ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ആരംഭിക്കുന്ന പരേഡ് ഇന്ത്യ ഗേറ്റ് വഴിയാണ് കടന്നു പോകുന്നത്. സ്മാരകത്തിൻ്റെ 4 ചുറ്റും ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. ആ ചങ്ങലക്കെട്ടിനുള്ളിൽ മുഴുവൻ സമയവും കാവൽക്കാരനുണ്ട് താനും. 4 വശത്തേക്കുമായി ഈ താമരമൊട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നെനിക്ക് മനസ്സിലായില്ല. 42 അടിയാണ് ഇതിൻ്റെ ഉയരം. ഏറ്റവും മുകളിൽ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണ സമയത്ത് രേഖപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇയറും അവസാനിച്ച വർഷവും 1914-19 എന്നീ 2 വർഷങ്ങൾ കൂടി മുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇതിൻ്റെ 4 ഭാഗവും ഒരേപോലെയാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത് പ്രത്യേകം പറയണമല്ലോ. ബോട്ട് യാത്ര, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവയൊക്കെ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്തിനെന്നറിയില്ല, ഒരു നായ നിന്ന് ഭയങ്കര കുരയാണ്. നിലാവിനെ നോക്കി കുറുക്കൻ ഓലിയിടുക എന്നൊരു പ്രയോഗം നമ്മുടെ ഭാഷയിലുണ്ട്. നായയെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല. രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള പ്ലെയിൻ യാത്രയും പിന്നീട് റെഡ് ഫോർട്ടിൻ്റെ കാഴ്ചയും, അതുകൊണ്ട് വളരെ ക്ഷീണിതരായിരുന്നു ഞങ്ങൾ. നാളെ രാവിലെ തന്നെ അജ്മീറിലേക്കുള്ള ട്രെയിനിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഇന്ത്യ ഗേറ്റിനെ ഉപേക്ഷിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് മുന്നാക്കം പോകാനുള്ള എൻ്റെ ഊർജം. താങ്ക് യു ഫോർ വാച്ചിങ്.